അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം അനീതിയുടെയും അശാന്തിയുടെയും കരിനിഴലിൽ അകപ്പെടുമ്പോൾ നന്മയുടെ പ്രകാശം പരത്താൻ ഒരാൾ വരും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ മഹത്തായ വാഗ്ദാനം, അതാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാം. ആരാണ് ആ യുഗപുരുഷൻ? അദ്ദേഹം എപ്പോൾ വരും? അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാം? ചരിത്രവും ഹദീസുകളും കോർത്തിണക്കിയ ഇമാം മഹ്ദിയുടെ സമ്പൂർണ്ണ ചരിത്രം നമുക്ക് നോക്കാം. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചരിത്രം ആരംഭിക്കുന്നത് ഹിജ്റ വർഷം 11 റബീഉൽ അവൽ മാസത്തിലാണ്. മദീനയുടെ ആകാശത്ത് അന്ന് ദുഃഖത്തിന്റെ കരിനിഴൽ പടർന്നിരുന്നു. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിലാണ്. തങ്ങളുടെ ജീവന്റെ ജീവനായ നബിയെ ഒരു നോക്ക് കാണാൻ സ്വഹാബികൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിനു മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നു. എല്ലായിടത്തും കനത്ത നിശബ്ദത. പലരും തങ്ങളുടെ സങ്കടം കടിച്ചിറക്കാൻ പാടുപെടുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് പ്രവാചകപുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടേക്ക് കടന്നുവരുന്നത്. പിതാവിന്റെ അവസ്ഥ കണ്ട് സങ്കടം സഹിക്കാനാവാതെ ഫാത്തിമ ബീവി വിതുമ്പി. ആ കണ്ണുനീർ തുള്ളികൾ കവിളിലൂടെ ചാലിട്ടൊഴുകുന്നത് കണ്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോളെ ഫാത്തിമ, എന്തിനാണ് നീ കരയുന്നത്? ഉപ്പ അങ്ങേക്ക് ശേഷം എനിക്കിനി ആരാണുള്ളത് എന്ന് പറഞ്ഞ് കരയുന്ന മകളെ അരികിലിരുത്തി പ്രവാചകൻ ഒരു വലിയ സന്തോഷവാർത്ത അറിയിച്ചു. അത് ഫാത്തിമ ബീവിക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിനാകെയുള്ള പ്രതീക്ഷയായിരുന്നു. മോളെ, നീ വലിയ ഭാഗ്യവതിയല്ലേ. നിന്റെ ഉപ്പ അന്ത്യപ്രവാചകനാണ്. നിന്റെ ഭർത്താവ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. നിന്റെ മക്കളായ ഹസനും ഹുസൈനും സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. എന്നിട്ടവിടുന്ന് ആ രഹസ്യം വെളിപ്പെടുത്തി, മോളെ, ലോകം അവസാനിക്കാറാകുമ്പോൾ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും നിറയുമ്പോൾ, ആ അക്രമങ്ങളെല്ലാം അമർച്ച ചെയ്യാൻ ഒരാൾ വരും. അദ്ദേഹം നിന്റെ സന്താന പരമ്പരയിലായിരിക്കും ജന്മം കൊള്ളുക. അതാണ് ഇമാം മഹ്ദി. മദീനയിലെ ആ കൊച്ചു വീട്ടിൽ വെച്ച് പ്രവാചകൻ നൽകിയ ആ വാഗ്ദാനമാണ് ലോകം ഇന്നും കാത്തിരിക്കുന്ന ആ യുഗപുരുഷൻ. മുഹമ്മദ് എന്നു പേരും അബ്ദുള്ള എന്ന് പിതാവിന്റെ പേരുമുള്ള ലോകത്ത് നീതി നടപ്പിലാക്കാൻ നിയുക്തനായ അതേ മഹ്ദി ഇമാം. മോളെ ഫാത്തിമ, നിന്റെ പരമ്പരയിൽ പിറക്കാൻ പോകുന്ന ആ നേതാവ് വെറുമൊരു ഭരണാധികാരി ആയിരിക്കില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വിവരിച്ചു കൊടുത്തു. കാലം കാത്തിരിക്കുന്ന ആ യുഗപുരുഷൻ ലോകത്തിന്റെ സമാധാന തീരത്തേക്കുള്ള വഴികാട്ടി എങ്ങനെയായിരിക്കുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. ഇമാം മഹ്ദി രൂപത്തിൽ നബിതിരുമേനിയോട് പൂർണ്ണസാമ്യമുള്ള ആളായിരിക്കില്ലെങ്കിലും സ്വഭാവത്തിൽ അദ്ദേഹം പ്രവാചകന്റെ പകർപ്പായിരിക്കും. കണ്ടാൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ആത്മീയ തേജസ്സുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായിട്ടായിരിക്കും അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുക. അദ്ദേഹത്തിന്റെ മുഖത്ത് ശാന്തതയും ഗാംഭീര്യവും ഒരേപോലെ നിഴലിക്കും. അദ്ദേഹത്തെ തിരിച്ചറിയാൻ പ്രവാചകൻ നൽകിയ കൃത്യമായ അടയാളങ്ങൾ നോക്കൂ. തിളങ്ങുന്ന നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന മുഖം, വിശാലമായ നെറ്റിത്തടവും വില്ലുപോലെ വളഞ്ഞ നീണ്ട പുരികങ്ങളും, ഉയർന്ന മൂക്കും സുറുമയിട്ടതുപോലെ തിളങ്ങുന്ന വിശാലമായ കണ്ണുകളും. അദ്ദേഹത്തിന്റെ മുൻപല്ലുകൾക്കിടയിൽ ചെറിയൊരു വിടവുണ്ടാകും. ആ വിടവിനിടയിലൂടെ പ്രകാശം പൊഴിയുന്നതുപോലെ തോന്നും. കറുത്തിരുണ്ട ഇടതൂർന്ന താടിയും തോളോളമെത്തുന്ന മുടിയും അദ്ദേഹത്തിന് ഗാംഭീര്യമേകും. വലതു കവിളിൽ പ്രകടമായ ഒരു മറുകുണ്ടാകും. ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിന്റെ തോളിൽ പ്രവാചകത്വത്തിന്റെ മുദ്ര പോലെ ഒരു അടയാളമുണ്ടാകും. ഇതൊക്കെയാണെങ്കിലും ജനങ്ങളിൽ പലരും തുടക്കത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ മടി കാണിക്കും എന്നതാണ് അത്ഭുതം. മഹ്ദി ഇമാം ഒരു വയോവൃദ്ധനായിരിക്കും എന്ന് കരുതിയിരിക്കുന്നവർക്ക് മുന്നിൽ അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് അവർക്ക് വലിയ പരീക്ഷണമായി മാറും. പക്ഷെ ദീനിന്റെ വിധികൾ കൃത്യമായി അറിയുന്ന ആ പണ്ഡിത ശ്രേഷ്ഠനിലേക്ക് പതുക്കെ ജനങ്ങളെല്ലാം ആകൃഷ്ടരാകും. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള കാലം അത്യന്തം ഭയാനകമായിരിക്കും. ലോകം മൊത്തം ഒരു കരിനിഴലിലെന്ന പോലെ ഇരുട്ടിലാകുന്ന നാളുകൾ. അന്ന് നന്മയുടെ വാതിലുകൾ ഒന്നൊന്നായി അടയുകയും തിന്മയുടെ ആഴക്കടലിൽ മനുഷ്യർ മുങ്ങിത്താഴുകയും ചെയ്യും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതുപോലെ അന്ന് ഭൂമി അതിന്റെ എല്ലാ വിശാലതയോടും കൂടി മനുഷ്യർക്ക് ഇടുങ്ങിയതായി അനുഭവപ്പെടും.
സിറിയയിലും ഇറാഖിലും വരാനിരിക്കുന്ന വലിയ വിപത്തുകളെക്കുറിച്ച് പ്രവാചകൻ അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ വലിയ ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടും. ചെറിയ കുട്ടികൾ തമാശയ്ക്ക് കല്ലെറിയുന്നതുപോലെ ലളിതമായി തുടങ്ങുന്ന തർക്കങ്ങൾ പിന്നീട് ലോകത്തെ വിറപ്പിക്കുന്ന വലിയ യുദ്ധങ്ങളായി മാറും. സമാധാനം തേടി ജനങ്ങൾ ഒരിടത്തേക്ക് ഓടുമ്പോൾ അവിടെ മറ്റൊരു യുദ്ധം അവർക്കായി കാത്തിരിക്കുന്നുണ്ടാകും. പലരും നിരാശരായി ചോദിക്കും, ഇനി രക്ഷകനില്ലേ? മുസ്ലിം ഉമ്മത്തിന് ഇനിയൊരു ഉയിർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ? ലോകത്തിന്റെ പല ഭാഗത്തും 60-ലധികം വ്യാജന്മാർ തങ്ങളാണ് പ്രവാചകൻ എന്ന് അവകാശപ്പെട്ട് രംഗപ്രവേശം ചെയ്യും. ജനങ്ങളെ വഴിതെറ്റിക്കാൻ അവർ കള്ളത്തരങ്ങൾ കാട്ടും. തുടരെയുള്ള ഭൂചലനങ്ങളും പട്ടിണിയും നാടുവാഴികളുടെ പതനവും ആ കാലഘട്ടത്തിന്റെ വലിയ അടയാളങ്ങളായിരിക്കും. മക്കയിലും മദീനയിലും പോലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മുസ്ലിങ്ങൾ ഭരണാധികാരികളില്ലാതെ വഴികാട്ടികളില്ലാതെ അനാഥമാകുന്ന ഒരു സന്ധ്യയിൽ എല്ലാവരും ആ രക്ഷകനെ തിരയും. പക്ഷേ അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം അപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നുണ്ടാകും. തന്റെ നിയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിനു പോലും അന്ന് അറിവുണ്ടാകില്ല. ഒരു രാത്രി കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ ആ ദൗത്യത്തിനായി പാകപ്പെടുത്തും. ഇമാം മഹ്ദിയുടെ ആഗമനം ലോകം പ്രതീക്ഷിക്കുന്നതുപോലെ വലിയ ആഘോഷങ്ങളോടെ ആയിരിക്കില്ല തുടങ്ങുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് പാകപ്പെടുത്തും. അതായത് ആ വലിയ ദൗത്യമേറ്റെടുക്കാനുള്ള ആത്മീയ കരുത്തും ജ്ഞാനവും അല്ലാഹു ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് നൽകും. ലോകം യുദ്ധങ്ങളിലും കുഴപ്പങ്ങളിലും അകപ്പെട്ടു നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം മദീനയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ താനാണ് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട മഹദി എന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ ആ വലിയ ഉത്തരവാദിത്തത്തോടുള്ള ഭയവും വിനയവും കാരണം അദ്ദേഹം മദീനയിൽ നിന്നും മക്കയിലേക്ക് ഓടിപ്പോകും. അധികാരം ഒട്ടും ആഗ്രഹിക്കാത്ത ആ മഹാമനസ്കൻ ജനങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആത്മീയ ജ്ഞാനികളും പണ്ഡിതന്മാരും ആ രക്ഷകനെ തിരഞ്ഞ് മക്കയിലെത്തും. ഒടുവിൽ കഅബാലയത്തിനു മുന്നിൽ വെച്ച് അവർ അദ്ദേഹത്തെ കണ്ടെത്തും. അദ്ദേഹം വിസമ്മതിക്കുമെങ്കിലും മുസ്ലിം ഉമ്മത്ത് നശിച്ചു പോകുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന അവരുടെ ഹൃദയം തൊട്ടുള്ള ചോദ്യത്തിനു മുന്നിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടിവരും. അങ്ങനെ കഅബയുടെ അടുത്തുള്ള രുക്നിനും മഖാമിനും ഇടയിൽ വെച്ച് ജനങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യും. ആ നിമിഷം ആകാശത്തുനിന്ന് ഒരു അദൃശ്യ ശബ്ദം മുഴങ്ങുമിതാകുന്നു, അല്ലാഹുവിന്റെ ഖലീഫയായ മഹ്ദി, നിങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുക. ഈ ശബ്ദം കേൾക്കുന്നതോടെ ലോകം മുഴുവൻ ആ വാർത്ത പടരും. പക്ഷേ ഈ വാർത്തയറിഞ്ഞ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഷാം സിറിയ ഭാഗത്തുനിന്ന് ഒരു വലിയ സൈന്യം പുറപ്പെടും. മക്ക ലക്ഷ്യമാക്കി വരുന്ന ആ വമ്പൻ സൈന്യത്തിന് എന്ത് സംഭവിക്കും? അത്ഭുതകരമായ ആ ദൈവീക ഇടപെടലിനെക്കുറിച്ച് നമുക്കടുത്ത ഭാഗത്തിൽ പറയാം. മക്കയിൽ വെച്ച് ഇമാം മഹ്ദിക്ക് ബൈഅത്ത് ചെയ്യപ്പെട്ടു എന്ന വാർത്ത ലോകം മുഴുവൻ പടരുന്നതോടെ ശത്രുക്കൾ പരിഭ്രാന്തരാകും. അദ്ദേഹത്തെ ഒരു വലിയ ഭീഷണിയായി കാണുന്ന സിറിയയിലെ അന്നത്തെ ഭരണാധികാരി മഹ്ദി ഇമാമിനെയും സംഘത്തെയും പാടെ ഇല്ലാതാക്കാൻ ഒരു വമ്പൻ സൈന്യത്തെ മക്കയിലേക്ക് അയക്കും. ആയുധബലത്തിലും എണ്ണത്തിലും വളരെ മുന്നിലുള്ള ആ സൈന്യം മക്ക ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ സത്യവിശ്വാസികൾ വലിയ ആശങ്കയിലാകും. എന്നാൽ ആ സൈന്യം മക്കയ്ക്കും മദീനയ്ക്കുമിടയിലുള്ള ബൈദ എന്ന വിജനമായ സ്ഥലത്തെത്തുമ്പോൾ ലോകം ഇന്നുവരെ കാണാത്ത ഒരു അത്ഭുതം സംഭവിക്കും. അല്ലാഹുവിന്റെ കൽപ്പനയാൽ ഭൂമി പെട്ടെന്ന് പിളരുകയും ആ കൂറ്റൻ സൈന്യത്തെ മുഴുവനായി വിഴുങ്ങുകയും ചെയ്യും. സൈന്യത്തിന്റെ മുൻനിരയിലുള്ളവരും പിൻനിരയിലുള്ളവരും ആ ഗർത്തത്തിൽ അകപ്പെടും. ഈ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കാണുന്നതോടെ ലോകം തിരിച്ചറിയും, ഇത് അല്ലാഹു നിയോഗിച്ച സത്യവാൻ തന്നെയാണെന്നും. ഈ വാർത്തയറിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിയെത്തും. പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്തുനിന്ന്, അതായത് ഖുറാസാൻ ഭാഗത്തുനിന്ന് കറുത്ത കൊടികളേന്തിയ ഒരു സൈന്യം അദ്ദേഹത്തെ സഹായിക്കാൻ വന്നെത്തും. അവരെ തടയാൻ ആർക്കും കഴിയില്ല. ആ സൈന്യത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അവർ ഹിമക്കട്ടകൾക്ക് മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങിയാണെങ്കിലും നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്ന് ഇമാം മഹ്ദിയോടൊപ്പം ചേരണം എന്നാണ്. ഇമാം മഹ്ദിയുടെ കൂടെയുള്ള ആ പോരാളികൾ സാധാരണ സൈനികരല്ല. അവർ 313 പേരായിരിക്കും. പകൽ സമയത്ത് അവർ യുദ്ധക്കളത്തിൽ സിംഹങ്ങളെപ്പോലെ പോരാടും. എന്നാൽ രാത്രിയിൽ അവർ അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന യോഗ്യവര്യന്മാരെപ്പോലെയായിരിക്കും. അവരുടെ ഹൃദയം ഇരുമ്പിനേക്കാൾ കരുത്തുള്ളതാണ്. ഒരു പർവ്വതം നീക്കം ചെയ്യാൻ അവർ വിചാരിച്ചാൽ അതുപോലും സാധ്യമാകുന്ന അത്രയും മനക്കരുത്തുള്ളവരായിരിക്കും ആ ധീരന്മാർ.
ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ഉമ്മത്ത് വലിയ വിജയങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണം സംഭവിക്കുന്നത്. അദ്ദജ്ജാലിന്റെ പുറപ്പാടാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതങ്ങളും മായാജാലങ്ങളുമായി വരുന്ന ദജ്ജാൽ താനാണ് ദൈവമെന്ന് വാദിച്ച് ലോകത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാൻ ശ്രമിക്കും. ദജ്ജാലിന്റെ സൈന്യം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുകയും വിശ്വാസികളെ വല്ലാതെ പീഡിപ്പിക്കുകയും ചെയ്യും. ഒടുവിൽ ഇമാം മഹ്ദിയും അദ്ദേഹത്തിന്റെ പോരാളികളും ദജ്ജാലിനെ നേരിടാനായി സിറിയ ദമസ്കസിലുള്ള വെള്ളഗോപുരത്തിനടുത്തുള്ള പള്ളിയിൽ ഒരുമിച്ചുകൂടും. ഒരു സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്ത് വിശ്വാസികൾ വരിവരിയായി നിൽക്കുമ്പോൾ ആകാശത്തുനിന്ന് ഒരു അത്ഭുതം സംഭവിക്കും. 2 മലക്കുകളുടെ തോളിൽ കൈകൾ വെച്ചുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തുനിന്നിറങ്ങി വരും. പള്ളിയിൽ വെച്ച് ഇമാം മഹ്ദി ഈസാ നബി അലൈഹിസ്സലാമിയെ കാണുമ്പോൾ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം പറയും, വേണ്ട, ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ബഹുമതിയായി നിങ്ങളിൽ ഒരാൾ തന്നെ ഇമാമായി നിൽക്കുക. അങ്ങനെ മഹ്ദി ഇമാമിന്റെ പിന്നിൽ ഈസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കും. ഇത് മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും. നമസ്കാരത്തിനു ശേഷം പള്ളിയുടെ വാതിൽ തുറക്കുമ്പോൾ പുറത്ത് ദജ്ജാലും അവന്റെ കൂറ്റൻ സൈന്യവും കാത്തുനിൽക്കുന്നുണ്ടാകും. ഈസാ നബി അലൈഹിസ്സലാമിയെ കാണുന്ന നിമിഷം വെള്ളത്തിൽ ഉപ്പ് അലിയുന്നതുപോലെ ദജ്ജാൽ ഉരുകാൻ തുടങ്ങും. അവൻ പ്രാണരക്ഷാർത്ഥം ഓടുമെങ്കിലും ലുദ് എന്ന സ്ഥലത്ത് വെച്ച് ഈസാ നബി അലൈഹിസ്സലാം തന്റെ കുന്തം കൊണ്ട് ദജ്ജാലിനെ വകവരുത്തും. അതോടെ ലോകം ആ വലിയ വിപത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടും. ദജ്ജാൽ കൊല്ലപ്പെട്ടതോടെ ലോകം വലിയൊരാശ്വാസത്തിലാകും. ഈസാ നബി അലൈഹിസ്സലാമിയുടെയും ഇമാം മഹ്ദിയുടെയും നേതൃത്വത്തിൽ ലോകത്ത് ഇസ്ലാമിക ഭരണം നിലവിൽ വരും. എന്നാൽ അധികം വൈകാതെ തന്നെ അല്ലാഹുവിന്റെ മറ്റൊരു പരീക്ഷണം കൂടി പുറത്തുവരും. അതാണ് യാജൂജ് മാജൂജ് വിഭാഗം. നൂറ്റാണ്ടുകളായി ഒരു വൻമതിലിന് പിന്നിൽ തടയപ്പെട്ട ഈ ജനത ആ മതിൽ തകർത്ത് പുറത്തുവരും. കടൽ പോലെ ഒഴുകിവരുന്ന ഈ വൻസംഘത്തെ തടയാൻ ആർക്കും കഴിയില്ല. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈസാ നബി അലൈഹിസ്സലാം വിശ്വാസികളെയും കൂട്ടി തൂർ പർവ്വതത്തിൽ അഭയം തേടും. യാജൂജ് മാജൂജുകൾ ഭൂമിയിലെ ജലസ്രോതസ്സുകൾ കുടിച്ചു തീർക്കുകയും കാണുന്നതെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. ഒടുവിൽ ഈസാ നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയാൽ അല്ലാഹു അവരുടെ പിരടിയിൽ ഒരുതരം പുഴുക്കളെ അയക്കുകയും അവർ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്യും. അതിനുശേഷം ഭൂമിയിൽ സമാനതകളില്ലാത്ത സമാധാനത്തിന്റെ കാലം വരും. ആകാശത്തുനിന്ന് അനുഗ്രഹത്തിന്റെ മഴ വർഷിക്കും. ഭൂമി അതിന്റെ എല്ലാ നിധികളും പുറത്തെടുക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു സിംഹവും ആടും ഒരേ സ്ഥലത്ത് പേടിയില്ലാതെ മേഞ്ഞു നടക്കുന്ന അത്രയും സമാധാനം ലോകത്തുണ്ടാകും. കുഞ്ഞുങ്ങൾ പാമ്പുകളുമായി കളിക്കും, അവ അവരെ ഉപദ്രവിക്കില്ല. മനുഷ്യർക്കിടയിൽ അസൂയയോ വെറുപ്പോ പിണക്കമോ ഉണ്ടാകില്ല. സമ്പത്തുകൊണ്ട് എല്ലാവരും അത്രയും സംതൃപ്തരാകും. ഒരാൾ ദാനം നൽകാൻ ആഗ്രഹിച്ചാൽ അത് വാങ്ങാൻ പോലും ആരുമുണ്ടാകില്ലാത്ത അത്രയും ഐശ്വര്യം ഭൂമിയിലുണ്ടാകും. ഇമാം മഹ്ദി നീതിപൂർവം ഭരണം നടത്തുന്ന ഈ കാലഘട്ടം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമാധാനപൂർണമായ കാലമായിരിക്കും. ഇമാം മഹ്ദി ലോകത്ത് നീതി നടപ്പിലാക്കി ഭരണം നടത്തുന്ന ആ കാലഘട്ടം ചരിത്രത്തിലെ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ സമയമായിരിക്കും. ഹദീസുകൾ പ്രകാരം 7 അല്ലെങ്കിൽ 9 വർഷക്കാലമായിരിക്കും അദ്ദേഹം ഈ ലോകം ഭരിക്കുക. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ലോകം മുഴുവൻ ഇസ്ലാമിക നിയമങ്ങൾക്കും നീതിക്കും കീഴിലായി മാറും. സമുദ്രത്തിൽ വെള്ളം നിറയുന്നതുപോലെ ഭൂമിയിൽ അന്ന് സമാധാനം നിറയും. ആളുകൾക്ക് ദാരിദ്ര്യം എന്താണെന്ന് പോലും അറിയാത്ത കാലമായിരിക്കും അത്. ഒരാൾ വലിയൊരു തുകയുമായി ദാനം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അത് വാങ്ങാൻ അന്ന് ആരും തയ്യാറാകില്ല. എനിക്ക് അല്ലാഹു ആവശ്യമുള്ളതെല്ലാം നൽകിയിട്ടുണ്ട് എന്നായിരിക്കും ഓരോരുത്തരും മറുപടി പറയുക. കർഷകർ വിത്തിട്ടാൽ അത് അത്ഭുതകരമാംവിധം വിളവ് നൽകും. കന്നുകാലികൾ പെരുകും പ്രകൃതി അതിന്റെ എല്ലാ കരുണയും മനുഷ്യർക്ക് ചൊരിഞ്ഞു നൽകും. എന്നാൽ ഏതൊരു മനുഷ്യനെയും പോലെ മഹ്ദി ഇമാമിനും ഈ ഭൗതിക ലോകത്തോട് വിട പറയേണ്ട സമയം വന്നെത്തും. അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തിയാക്കി മുസ്ലിം ഉമ്മത്തിനെ പ്രതാപത്തിലേക്ക് തിരിച്ചു നടത്തി വഫാത്താകും. ഈസാ നബി അലൈഹിസ്സലാമിയുടെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം നടക്കുക. മുസ്ലിം ഉമ്മത്തിന് അദ്ദേഹം വലിയൊരു ശൂന്യതയാണ് നൽകിപ്പോകുന്നത് എങ്കിലും അദ്ദേഹം പകർന്നു നൽകിയ വിശ്വാസവും കരുത്തും ആ ഉമ്മത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തേകും.
മഹ്ദി ഇമാമിന് ശേഷം ലോകം ഈസാ നബി അലൈഹിസ്സലാമിയുടെ കീഴിൽ 40 വർഷത്തോളം സമാധാനമായി തുടരും. എന്നാൽ ഈ മഹാന്മാരായ നേതാക്കൾ ഓരോരുത്തരായി ലോകത്തുനിന്ന് വിടവാങ്ങുന്നതോടെ പതുക്കെ ലോകത്തിന്റെ അവസ്ഥ വീണ്ടും മാറിത്തുടങ്ങും. വിശ്വാസികളുടെ ആത്മാവുകളെ അല്ലാഹു ഒരു കുളിർക്കാറ്റ് വഴി ഏറ്റെടുക്കുന്ന ഒരു സമയം വരാനിരിക്കുന്നു. മഹ്ദി ഇമാമിന് ശേഷം ലോകം ഈസാ നബി അലൈഹിസ്സലാമിയുടെ തണലിൽ 40 വർഷത്തോളം സമാധാനത്തിന്റെ കൊടുമുടിയിലായിരിക്കും. എന്നാൽ ഏതൊരു തുടക്കത്തിനും ഒരു അവസാനമുണ്ടല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിയും ഈ ലോകത്തോട് വിട പറയുന്നതോടെ മനുഷ്യർക്കിടയിൽ വീണ്ടും അധർമ്മം പതുക്കെ തലപൊക്കി തുടങ്ങും. ആ ആത്മീയ തേജസ്സുകൾ ഭൂമിയിൽ ഇല്ലാതാകുന്നതോടെ ജനങ്ങളിൽ നിന്ന് അറിവും ഭക്തിയും മാഞ്ഞു തുടങ്ങും. അന്ത്യനാളിന് തൊട്ടുമുമ്പ് അല്ലാഹുവിന്റെ ഒരു പ്രത്യേക ഇടപെടൽ സംഭവിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീശുന്ന അതിമനോഹരമായ ഒരു കുളിർക്കാറ്റ്. ആ കാറ്റ് ഏൽക്കുന്നതോടെ ഹൃദയത്തിൽ കടുകുമണിയോളം വിശ്വാസമുള്ള, ഈമാനുള്ള ഓരോ വ്യക്തിയുടെയും ആത്മാവിനെ അല്ലാഹു ഏറ്റെടുക്കും. അതോടെ ഭൂമിയിൽ വിശ്വാസികളായി ആരും ബാക്കിയുണ്ടാകില്ല. പിന്നീട് ലോകത്തവശേഷിക്കുന്നത് നന്മയെന്തെന്നറിയാത്ത, അല്ലാഹുവിനെ ഓർക്കാത്ത അതിക്രമികളായ മനുഷ്യർ മാത്രമായിരിക്കും. ആ സമയത്താണ് അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രത്യക്ഷപ്പെടുക. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു. പ്രകൃതിയുടെ നിയമങ്ങൾ മാറിമറിയും. അതുവരെ കിഴക്ക് ഉദിച്ചിരുന്ന സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഉദിക്കും. അതോടെ തൗബയുടെ പാപമോചനത്തിന്റെ വാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെടും. ദാബത്തുൽ അർള്, ഭൂമിയിൽ നിന്ന് വിചിത്രമായ ഒരു ജീവി പുറത്തുവരും. ആ ജീവി മനുഷ്യരോട് സംസാരിക്കുകയും വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിച്ച് അടയാളപ്പെടുത്തുകയും ചെയ്യും. യമനിൽ നിന്നുള്ള തീ, യമന്റെ അഗാധതയിൽ നിന്ന് ഒരു വമ്പൻ അഗ്നി പുറപ്പെടും. ആ തീ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് അഥവാ മഹ്ശറിലേക്ക് ഓടിച്ചുകൂട്ടും. ലോകം അതിന്റെ അവസാന ശ്വാസത്തിലേക്ക് അടുക്കുകയാണ്. ഖുർആൻ അപ്രത്യക്ഷമാവുകയും കഅബാലയം തകർക്കപ്പെടുകയും ചെയ്യുന്ന ആ ഭയാനകമായ നാളുകൾ. പിന്നീട് വരാനിരിക്കുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ ആ കാഹളനാദമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ ലോകം അതിന്റെ അവസാന നിമിഷത്തിലേക്കെത്തും. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം 1ാമത്തെ തവണ കാഹളത്തിൽ ഊതും. ആ ശബ്ദം കേൾക്കുന്ന നിമിഷം ആകാശഭൂമികൾ തകരുകയും പ്രപഞ്ചം മുഴുവൻ ഒന്നുമില്ലാതാവുകയും ചെയ്യും. സൂര്യൻ പ്രകാശം മങ്ങുകയും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും പർവ്വതങ്ങൾ പഞ്ഞിപോലെ പറക്കുകയും ചെയ്യും. അല്ലാഹു അല്ലാതെ മറ്റൊന്നും അന്ന് ബാക്കിയുണ്ടാകില്ല. നീണ്ട കാലയളവിനു ശേഷം 2ാമത്തെ തവണ കാഹളം മുഴങ്ങും. അതോടെ ആദാം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഈ വിചാരണ നാളിലാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനായി ശുപാർശയുമായി രംഗത്തെത്തുക. ഇവിടെയാണ് ഇമാം മഹ്ദിയുടെയും മറ്റ് സത്യവിശ്വാസികളുടെയും വിജയം പൂർണ്ണമാകുന്നത്. ദുനിയാവിൽ വെച്ച് പരീക്ഷണങ്ങളെ ക്ഷമയോടെ നേരിട്ടവർക്കും മഹ്ദി ഇമാമിനോടൊപ്പം നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ടവർക്കും അന്ന് അല്ലാഹു വലിയ പ്രതിഫലം നൽകും. ഹൗദുൽ കൗസറിനരികിൽ പ്രവാചകനോടൊപ്പം അവർ ഒത്തുചേരും. നീതിയും സമാധാനവും മാത്രം നിറഞ്ഞ ഒരു പുതിയ ലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് അവർ ആനയിക്കപ്പെടും. അവിടെ മരണമില്ല, ദുഃഖമില്ല, പട്ടിണിയില്ല. ഇമാം മഹ്ദിയിലൂടെ ഈ ഭൂമിയിൽ അല്ലാഹു കാണിച്ചു തന്ന ആ സമാധാനത്തിന്റെ പൂർണ്ണമായ രൂപം സ്വർഗത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കും. സത്യം വന്നു, അസത്യം മാഞ്ഞുപോയി, തീർച്ചയായും അസത്യം മാഞ്ഞുപോകാനുള്ളതാണ് എന്ന ഖുർആനിക വചനം അവിടെ അന്വർത്ഥമാകും. ഇതാണ് കാലം കാത്തിരിക്കുന്ന ആ യുഗപുരുഷൻ ഇമാം മഹ്ദിയുടെ ചരിത്രം. അന്ധകാരം നിറഞ്ഞ ലോകത്ത് നീതിയുടെ വെളിച്ചം വീശാൻ അദ്ദേഹം വരുമെന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉറപ്പാണ്. ആ വലിയ നാളുകൾക്കായി ഒരുങ്ങാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ചരിത്രം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയവും ചരിത്രപരവുമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.